കേരളത്തിനെ മുച്ചൂട് മുടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മന്ത്രിയുടെ പേര് KN ബാലഗോപാലാണെന്നാണ്. അത് നാളെ ഒരു ദിവസം കൂടെ കൊണ്ട് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. കാരണം കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് വീണ് കത്തി എരിയുന്ന ഒരവസ്ഥയിലേക്ക്. സാർ, ഈ പറയുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് മാത്രമല്ല, ഒരു വികസനത്തിൻ്റെ സാധ്യതയും ഇല്ലാത്ത രീതിയിലേക്ക് ബജറ്റിൽ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ കടം മറിയാൻ. കേരളത്തിന് ആകെ കിട്ടുന്ന GDP വരുമാനത്തിൻ്റെ 1/4 കൂടുതൽ ശതമാനം കേരളം കടത്തിൻ്റെ പലിശ കൊടുക്കാനാണ് ചിലവാക്കുന്നത്. കേരളം എടുത്തിട്ടുള്ള കടത്തിൻ്റെ പലിശ കൊടുക്കാൻ കേരളത്തിന് ഇപ്പോഴുള്ള കടം ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കടം മാത്രമല്ല, അതാണ് നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും കിഫ്ബിയെ സംബന്ധിച്ചും പെൻഷൻ കമ്പനിയെ സംബന്ധിച്ചും പെൻഷൻ ബോർഡ് കമ്പനിയെ സംബന്ധിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ ബജറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ തരത്തിൽ ബജറ്റിൽ പറയുകയും അതിൻ്റെ വരുമാന സ്രോതസ്സിനെ സംബന്ധിച്ചോ അതെടുക്കുന്ന ലോൺ സംവിധാനങ്ങളെ സംബന്ധിച്ചോ കിഫ്ബി ഉണ്ടാക്കി വെക്കുന്ന കടത്തെ സംബന്ധിച്ചോ അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ സ്കീമുകളെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ സംബന്ധിച്ചൊക്കെ സർക്കാർ ബജറ്റിൽ പറയും. പക്ഷെ അതെല്ലാം കൊടുക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന നടപടി എന്ന് പറയുന്നത് പെൻഷൻ കമ്പനിയിൽ നിന്ന് കടമെടുക്കുക, പെൻഷൻ കമ്പനിയുടെ പേരിൽ കടമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുകടത്തിൻ്റെ ഭാഗമല്ലാത്ത രീതിയിലേക്ക് ഏതാണ്ട് 45-50 കോടി രൂപ കടമെടുക്കുന്ന സംവിധാനങ്ങളാണ് ഇത് രണ്ടും. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 90,000 കോടി 1 ലക്ഷം കോടി വരെ പോകുന്ന വ്യത്യസ്ത വർഷങ്ങളിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത്രയും വലിയ കടം വരുത്തുന്ന പൊതു സംവിധാനങ്ങളാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ട് സംവിധാനമൊക്കെ. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത കടക്കടി, അത്രയും വലിയ കടത്തിലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്നുള്ളത് കണക്കാക്കുന്നത് ആ സംസ്ഥാനത്തുണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സർക്കാർ മുടക്കുന്ന പണത്തെ കണക്കാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വാങ്ങാൻ വേണ്ടി, ആസ്തികൾ വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്ന പണത്തെ സംബന്ധിച്ചാണ്. ഇത് കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിലായി, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തൊക്കെ ബഡ്ജറ്റിൽ ഇത് 1.5% താഴെയാണ്. ആകെയുള്ള കേരളത്തിൻ്റെ GDPയുടെ 1.5% താഴെയാണ് ഈ പൊതു അടിസ്ഥാന വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത്. ഇത് കേരളം ഏറ്റവും താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ബജറ്റിനകത്ത് പണം ചെലവഴിക്കുന്ന, ബജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ കേരളത്തിൻ്റെ പല മേഖലയിലുള്ള മുന്നേറ്റം അത് കഴിഞ്ഞ 4-5 വർഷക്കാലം കൊണ്ടുള്ളതല്ല. കേരളത്തിൽ പൊതുവായി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാമ്പത്തിക സുസ്ഥിരതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവുമുണ്ട്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളം സാക്ഷരതയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ എത്രയോ കാലങ്ങളായി കേരളം അതേ സ്ഥിതിയിൽ തന്നെ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷെ നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള വികസനത്തിന് വേണ്ടി, ഉദാഹരണത്തിന് MSME സെക്ടറിൻ്റെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ചെറുകിട സ്ഥാപനങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, അത് അല്ലെങ്കിൽ ടൈനി ഇൻഡസ്ട്രീസ്, അതായത് നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള തൊഴിൽ നൽകാൻ കഴിയുന്ന 4-5 പേർ വെച്ച് തൊഴിൽ നൽകാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനോ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിലും, കേരളത്തിലെ ബാങ്കുകളാണെങ്കിലും, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിലും, കേരളത്തിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ കൊടുക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ പൊതുവെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യവും ബജറ്റിൻ്റെ പ്രായോഗിക തലത്തിൽ കാണാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ KN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രായോഗിക കാഴ്ചപ്പാടോടുകൂടിയുള്ള ബജറ്റായിരിക്കും. അതെല്ലാ തവണയും അദ്ദേഹം പറയുന്ന കാര്യം. ഇത് 6ാമത്തെ ബജറ്റാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ സർക്കാരിന്, ബാലഗോപാലിൽ. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും കേരളത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ സ്ഥിതി ഉയർത്താൻ
എന്തെങ്കിലും ചെയ്തതായി ബജറ്റ് പ്രഖ്യാപനത്തിൽ ചെയ്തതായി നാളിതുവരെയുള്ള ബജറ്റിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്, ബജറ്റിൻ്റെ ഒരു 50% വരുന്ന നമ്മുടെ വരുമാനം, വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട വരുമാനം, അത് മുഴുവൻ തന്നെ കടം കൊടുത്ത് തീർക്കാനോ പലിശ കൊടുത്ത് തീർക്കാനോ, 40%-ലധികമാണ് നമ്മുടെ വരുമാനത്തിൻ്റെ കടം കൊടുത്ത് തീർക്കാനും പലിശ കൊടുത്ത് തീർക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം കോടി രൂപയാണ് നമ്മൾ ഓരോ വർഷവും വ്യത്യസ്ത മേഖലകളിലായി കടമെടുക്കുന്നത്. 227 തവണയാണ് ഈ സംസ്ഥാനം 365 ദിവസത്തിനിടയിൽ കടമെടുത്തത്. വിശ്വസിക്കാൻ കഴിയുമോ? എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എല്ലാ ദിവസവും, ഞായറാഴ്ചയും ബാങ്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസവും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ ദിവസവും ബാങ്ക് വർക്ക് ചെയ്യുന്ന എല്ലാ ദിവസവും നമ്മൾ കടമെടുക്കുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നില്ല, ഒന്നുകിൽ കടമെടുക്കുന്നില്ല അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നില്ല. 90-ലധികം തവണയാണ്, 93 തവണയിൽ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് വർക്കിംഗ് ഡേയിലെ എല്ലാ ദിവസവും കേരളം കടമെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനമാണ്. അത് പെൻഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും, വികസനത്തിന് ഏതെങ്കിലും ഫണ്ട് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും, ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കാൻ, ശമ്പളം കൊടുക്കാൻ. ഇപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ശമ്പളം കൊടുക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ കടമെടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് സർക്കാർ മേഖലയിൽ ഇത്രയധികം, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ ഇത്രയധികം കടം വരുത്തി വെക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധിയാണ്. ഉദാഹരണത്തിന് അതിനവർ നിരന്തരമായി പ്രചരിപ്പിക്കുന്നത്, കേരള ഗവൺമെൻറ്റിലെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ നിരന്തരമായി പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള വിഹിതം തരുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്, ഈ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിൻ്റേതായിട്ടൊരു ഹർജി ഫയൽ ചെയ്ത് സംസ്ഥാനത്തിന് വലിയ തരത്തിൽ പണം കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന് എന്നാവശ്യപ്പെട്ടു. ഇതാണ് പൊതുജനത്തിൻ്റെ ഇടയിൽ പത്രമാധ്യമങ്ങളിൽ സർക്കാർ നടത്തിയ പ്രചരണം. പക്ഷേ കേസ് അവിടെ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? 26,000 കോടി രൂപ ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. പണം കിട്ടാനുണ്ട് എന്നുള്ളതല്ല. അപ്പോൾ കേരളത്തിൽ കടമെടുക്കുന്നതിൻ്റെ പരിധി വീണ്ടും വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യം. ഉദാഹരണത്തിന് റിസർവ് ബാങ്കിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പോളിസി അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ആകെ GDPയുടെ 3% പൊതുവായി കടമെടുക്കാൻ വേണ്ടി കഴിയുക. പ്രത്യേക സാഹചര്യങ്ങൾ കൂടി കണക്കാക്കി 0.5% കൂടി അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 3.5% വരെയാണ് ഏറ്റവും കൂടുതൽ GDPയുടെ കടമെടുക്കാൻ കഴിയുന്നതിൻ്റെ പരിധി. കേരളം എടുത്തിട്ടുള്ളത് 5%-ഓളമാണ്. കാരണം ഈ 3%-ൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ 3.5%-ൻ്റെ അകത്തേക്ക് കിഫ്ബിയും കണക്ക് കൂട്ടിയിട്ടില്ല, പെൻഷൻ ഫണ്ടും കണക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും, പെൻഷൻ ബോർഡിൻ്റെ കടവും കിഫ്ബിയുടെ കടവും കൂടി കൂട്ടുമ്പോൾ കേരളം എന്ന സംസ്ഥാനം രാജ്യത്ത് ഒരു സംസ്ഥാനവും എടുത്തിട്ടില്ല. രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ഇത്രയും കടമില്ല. അപ്പോൾ അത്രയും കടമെടുക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുന്നതിൻ്റെ കാരണം നമ്മുടെ സാമ്പത്തിക പിടിപ്പുകേടാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ മിസ്മാനേജ്മെൻ്റ് ആണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തിൻ്റെ കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാനം കുറച്ചുകൂടി ഈ സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സാമ്പത്തിക അച്ചടക്കം നിലനിർത്താനും ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശം കേരള സർക്കാരിനോടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൂചിപ്പിച്ചത് വാദങ്ങൾക്കിടയിൽ. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൻ്റെ കടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ മിസ്മാനേജ്മെൻ്റ് ആണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത് വാദത്തിനിടയിൽ കോടതി അത് സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണെങ്കിലോ, നമ്മളുടെ ബജറ്റ് നടപടികൾ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണെങ്കിലും ഒക്കെ അതിന് നമുക്ക് തനത് ഫണ്ടില്ല, ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വരുമാനം, ഉദാഹരണത്തിന് വരുമാനം ഉണ്ടാകണ്ടേ സംസ്ഥാന സർക്കാരിന്, ആ വരുമാനം പിരിച്ചെടുക്കാൻ കഴിയണ്ടേ? ഉദാഹരണത്തിന് GST വരുമാനം കേരളത്തിന് കിട്ടാനുള്ളത് 12,000 കോടി രൂപയോളം GST വരുമാനമാണ് ഇനി കിട്ടാനുള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനുള്ളതല്ല, സംസ്ഥാനം പിരിച്ചെടുക്കാനുള്ളത്. അപ്പോൾ സംസ്ഥാനത്തിന് ഇപ്പോൾ KSEB ഏതാണ്ട് 1,000-ലധികം കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. KSEBക്ക് കിട്ടാനുണ്ട് പണം, ആ പണം പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി 250 കോടി രൂപയിലധികമാണ് വാട്ടർ അതോറിറ്റിക്ക് പിരിച്ചെടുക്കാൻ കിടക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പൊതു ഖജനാവിലേക്ക് വരേണ്ട ഈ തരത്തിലുള്ള നികുതി കുടിശ്ശികകൾ,
ആ നികുതി കുടിശ്ശികകളൊന്നും പിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. വൻകിട സ്ഥാപനങ്ങളാണ് ഈ നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ളതെല്ലാം. അതേസമയം തന്നെ സാധാരണക്കാരന് പ്രയോജനപ്പെടേണ്ട ആയുഷ്മാൻ പദ്ധതി പോലെയുള്ള പദ്ധതികൾ കേവലം 50-60 കോടി രൂപ ഒരു സംസ്ഥാനം ചെലവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടും. സംസ്ഥാനത്തിന് അതിന് കഴിയുന്നില്ല, അതിന് മുതിരുന്നില്ല. സംസ്ഥാനത്തെ ഒരു വിഭാഗം ബാങ്ക് ജീവനക്കാരും പ്രത്യേകിച്ച് ഇടതുപക്ഷ യൂണിയനുകളിൽപ്പെട്ടിട്ടുള്ള ആളുകളും കൂടി ചേർന്ന് ആ പദ്ധതിയെ ഇല്ലാതെയാക്കുക എന്ന് പറയില്ലേ, ഒരു കേന്ദ്ര പദ്ധതിയുടെ പ്രയോജനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കാതെയാക്കുക. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ്? സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ദിവസം കൂടി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെല്ലുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അടിസ്ഥാന സൗകര്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളെയും ചൂണ്ടിക്കാണിച്ച് അവിടുത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാറുണ്ട്. കേരളത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ പൊതുവായി മുന്നോട്ട് പോകാൻ ബജറ്റേതര അല്ലെങ്കിൽ ബജറ്റിനകത്ത് നിന്നുകൊണ്ടുള്ള പദ്ധതികൾ കൊണ്ട് കഴിയുന്നില്ല. ഇത് കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ സൂചിക നോക്കിക്കഴിഞ്ഞാൽ കേരളം 23-ാം സ്ഥാനത്തോ 24-ാം സ്ഥാനത്തോ ഒക്കെയാണ് നിൽക്കുന്നത്. നമുക്കതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല, നമുക്ക് ഫണ്ട് ചിലവാക്കാൻ വേണ്ടി കഴിയുന്നില്ല. കേരളം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്നത് 0.5% മുതൽ 1.5% വരെയാണ് ബജറ്റിൻ്റെ. അത് ഒരു സംസ്ഥാനത്തിനും അത്രയും കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളും 3%, 4%, 5% മുതൽ 10% വരെ ചിലവാക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് നേരിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടുത്തെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം, നമ്മൾ കടമെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും കടമുള്ളത് കൊണ്ടും മറ്റ് സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. കടമെടുത്തതിലൂടെ തന്നെ ചിലവാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല. നിദാന ചെലവുകൾ, നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെയുള്ള നിത്യനിദാന ചെലവുകൾ നടത്തിക്കൊണ്ട് പോകാൻ മാത്രമേ സർക്കാരിനെ കൊണ്ട് കഴിയൂ. അതുകൊണ്ടാണ് കേരളം പിന്നോട്ട് പോകുന്നത്. കേരളം പല ഘട്ടങ്ങളിലും ഇപ്പോൾ IT മേഖല കേരളത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി കേന്ദ്ര സർക്കാർ എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ ഏറ്റവും സാധ്യത കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ഇതിൻ്റെയൊക്കെ പ്രയോജനം കേരളത്തിന് വരണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടൂറിസം മേഖലയിൽ പ്രഖ്യാപനങ്ങളല്ലാതെ പദ്ധതികൾ വേറൊന്നും വരുന്നില്ല. സാധാരണ ആളുകൾക്ക് വരുമാനം ലഭിക്കേണ്ട പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറിസം, അത് വലിയ ഡെവലപ്മെൻറ്റിന് സാധ്യതയുള്ളതായിരുന്നു, അത് നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള വരുമാനത്തിന് ഇടിവുണ്ടാക്കുന്നു, കടം കയറിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങ് സൂചിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകുത്തുന്ന, മുങ്ങാൻ പോകുന്നൊരു കപ്പൽ ആയിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനമായി കേരളം മാറുകയാണ്.